തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കാവുന്ന 2 അസറ്റ് മാനേജ്മെൻറ്റ് സ്റ്റോക്കുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ജിയോ ഫിനാൻഷ്യൽ സർവീസ്. ജിയോ ഫിനാൻഷ്യൽ സർവീസ് ഇന്ന് 2% ഇടിഞ്ഞ് 370 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 2.35 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള സ്റ്റോക്കിൻ്റെ 52 വീക്ക് ഹൈ 384, 52 വീക്ക് ലോ 202. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് സ്റ്റോക്ക് 10% റിട്ടേൺ നൽകുകയും ചെയ്തു. ജിയോ ഫിനാൻഷ്യൽ സർവീസിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് ഇന്ന് മാർക്കറ്റ് അവറിന് ശേഷം പുറത്തു വന്നു. 2024 ഫിനാൻഷ്യൽ ഇയറിലെ മാർച്ച് ക്വാർട്ടറിൽ 310 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റും 280 കോടി രൂപയുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകവും 418 കോടി രൂപയുടെ ടോട്ടൽ ഇൻകവുമാണ് ജിയോ ഫിനാൻഷ്യൽ സർവീസ് നേടിയത്. കമ്പനി 2023 ആഗസ്റ്റ് മാസത്തിലാണ് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയത്. അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ കമ്പനിയുടെ പെർഫോമൻസുമായി ഇപ്രാവശ്യത്തെ ക്വാർട്ടർലി റിസൾട്ട് താരതമ്യം ചെയ്യാൻ സാധ്യമല്ല. അതേസമയം ഡിസംബർ ക്വാർട്ടറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നെറ്റ് പ്രോഫിറ്റും നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകവും ടോട്ടൽ ഇൻകവും വർദ്ധിച്ചിട്ടുണ്ട്. ഡിസംബർ ക്വാർട്ടറിൽ 293 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു. അതിപ്പോൾ 310 കോടിയിലേക്ക് ഉയർന്നു. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 269 കോടിയിൽ നിന്നും 280 കോടിയിലേക്ക് ഉയരുകയും ടോട്ടൽ ഇൻകം 413 കോടിയിൽ നിന്നും 418 കോടിയിലേക്ക് ഇംപ്രൂവ് ആവുകയും ചെയ്തു. കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ലോൺ ഡിസ്പേഴ്സലും ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 41 കോടി രൂപയുടെ ലോൺ ഡിസ്പേഴ്സലായിരുന്നു നടത്തിയത്. ഇപ്പോൾ 173 കോടി രൂപയുടെ ലോൺ ഡിസ്പേഴ്സൽ നടത്തിയിട്ടുണ്ട്. ഇവിടെ പല വെൻഡേഴ്സിനും ചില വെൻഡേഴ്സിന് ആവശ്യമായിട്ടുള്ള വെണ്ടർ ഫിനാൻസിങ് ബിസിനസ് കൂടാതെ കമ്പനി ഹോം ലോൺസ്, ലോൺ എഗനിസ്റ്റ് പ്രോപ്പർട്ടി തുടങ്ങിയവ നൽകുന്നു. അതോടൊപ്പം തന്നെ മ്യൂച്വൽ ഫണ്ടുകൾക്ക് എഗനിസ്റ്റ് ആയിട്ട് ലോൺ ചെയ്യുന്ന കമ്പനിയുടെ ബിസിനസ് മോഡൽ പൈപ്പ്ലൈൻ പ്രോസസ്സിലാണ്. ജിയോ ഫിനാൻഷ്യൽ സർവീസ് റീസെൻ്റ്ലി US അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയായ ബ്ലാക്ക് റോക്കുമായി ചേർന്ന് ഒരു ജോയിൻറ്റ് വെഞ്ചർ കമ്പനി ആരംഭിച്ചിരുന്നു. ഇന്ത്യയിൽ വെൽത്ത് മാനേജ്മെൻറ്റ് ആൻഡ് ബ്രോക്കിംഗ് ബിസിനസ് ആരംഭിക്കുന്നതിന് വേണ്ടിയാണ് ജിയോ ഫിനാൻഷ്യൽ സർവീസും ബ്ലാക്ക് റോക്കും തമ്മിൽ ഒരു ജോയിൻറ്റ് വെഞ്ചർ കമ്പനി ആരംഭിച്ചത്. ജിയോ ഫിനാൻഷ്യൽ സർവീസ് എന്ന കമ്പനിയിൽ 2023 ജൂലൈ മാസത്തിൽ തന്നെ ബ്ലാക്ക് റോക്ക് $150 മില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരുന്നു. ജിയോ ഫിനാൻഷ്യൽ സർവീസ് റീസെൻ്റ്ലി പുറത്തുവിട്ട ഇൻവെസ്റ്റർ പ്രസൻറ്റേഷനിൽ പറയുന്നത്, കസ്റ്റമേഴ്സിൻ്റെ സെൻറ്റിമെൻറ്റ്സും മാർക്കറ്റിൻ്റെ ഓപ്പർച്യൂണിറ്റിയും മനസ്സിലാക്കുന്നതിന് വേണ്ടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള ടെക്നോളജി ജിയോ ഫിനാൻഷ്യൽ സർവീസ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇത് വരും സമയങ്ങളിൽ കമ്പനിയുടെ കീ ഗ്രോത്ത് ഡിഫറൻഷിയേറ്ററായി പ്രവർത്തിക്കും. റിലയൻസ് ഇൻഡസ്ട്രീസിൽ നിന്നും 2023 ആഗസ്റ്റ് 21 ജിയോ ഫിനാൻഷ്യൽ സർവീസ് ഡീമർജായി ഒരു പ്രത്യേക എൻറ്റിറ്റിയായി മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയത്. 265 രൂപ പെർ ഷെയർ എന്ന റേറ്റിലായിരുന്നു കമ്പനി മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയത്. അവിടെ നിന്നും സ്റ്റോക്ക് 380 ഉയർന്നു കഴിഞ്ഞു. അതായത് ജിയോ ഫിനാൻഷ്യൽ സർവീസ് എന്ന കമ്പനിയുടെ ഷെയർ ഹോൾഡ് ചെയ്യുന്നവർക്ക് ഇതിനകം ഡീസൻറ്റ് റിട്ടേൺ ലഭിച്ചു കഴിഞ്ഞു. ജിയോ ഫിനാൻഷ്യൽ സർവീസിനെ സംബന്ധിച്ചിടത്തോളം 380 പ്രധാന റെസിസ്റ്റൻസ്, സ്റ്റോക്കിന് 350, 340 തുടങ്ങിയ ലെവലുകളിൽ സപ്പോർട്ടുണ്ട്. 325 സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ട് റീജിയനാണ്. അസറ്റ് മാനേജ്മെൻറ്റ് സെക്ടറിലെ തന്നെ മറ്റൊരു റെപ്യൂട്ടഡ് കമ്പനിയായ HDFC AMCയുടെ ക്വാർട്ടർലി റിസൾട്ടും ഇന്ന് പുറത്തു വന്നു. ക്വാർട്ടർലി റിസൾട്ടിന് മുന്നോടിയായി സ്റ്റോക്ക് 1.71% ഇടിഞ്ഞ് 3708 ക്ലോസിംഗ് നൽകി. 79,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 44.54, ഡിവിഡൻഡ് ഈൽഡ് 1.29%, 52 വീക്ക് ഹൈ 4066, 52 വീക്ക് ലോ 1728. HDFC AMC കഴിഞ്ഞ ഒരു മാസം കൊണ്ട് 2% റിട്ടേൺ ആണ് നൽകിയത്. അതേസമയം 6 മാസത്തെ പെർഫോമൻസ് നോക്കിയാലും 1 വർഷത്തെ പെർഫോമൻസ് നോക്കിയാലും കമ്പനി ഇൻവെസ്റ്റേഴ്സിന് ഡീസൻറ്റ് റിട്ടേൺ നൽകി കഴിഞ്ഞു. HDFC AMCയുടെ നെറ്റ് പ്രോഫിറ്റ് 43.8% വർദ്ധിച്ച് 541 കോടിയായി മാറി. ഇതോടൊപ്പം കമ്പനിയുടെ സ്റ്റാൻഡ് ലോൺ റവന്യൂ 28.5% വർദ്ധിച്ച് 695 കോടിയായി മാറി. ഇവിടെ കമ്പനി അതിൻ്റെ സ്റ്റാൻഡ് ലോൺ ക്വാർട്ടർലി റിസൾട്ടും കൺസോളിഡേറ്റഡ് ക്വാർട്ടർലി റിസൾട്ടും പുറത്തുവിട്ടിട്ടുണ്ട്. എൻ്റയർ ഫിനാൻഷ്യൽ ഇയറിലെ കമ്പനിയുടെ സ്റ്റാൻഡ് ലോൺ ഇൻകം 33% വർദ്ധിച്ച് 638 കോടിയിൽ നിന്നും 883 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. ഇനി കമ്പനിയുടെ കൺസോളിഡേറ്റഡ് റിസൾട്ട് പരിശോധിച്ചാൽ നെറ്റ് പ്രോഫിറ്റ് 36.48% വർദ്ധിച്ച് 1423 കോടിയിൽ നിന്നും 1942 കോടിയിലേക്ക് വർദ്ധിച്ചു. ഇയർ ഓൺ ഇയറിൽ 36.4% വർധനവാണ് കാണുന്നത്. കൂടാതെ കമ്പനിയുടെ ഏണിംഗ് പെർ ഷെയർ 17 രൂപ 63 പൈസയിൽ നിന്നും 25 രൂപ 35 പൈസയിലേക്ക് ഉയർന്നിട്ടുണ്ട്. HDFC AMC ഇന്ത്യയിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ ഫണ്ട് ഹൗസാണ്. 6.1 ട്രില്യൺ രൂപയുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റാണ് കമ്പനി ഹാൻഡിൽ ചെയ്യുന്നത്. കൂടാതെ
മ്യൂച്വൽ ഫണ്ട് ബിസിനസ്സിൽ 22% മാർക്കറ്റ് ഷെയറുള്ള കമ്പനിയാണ്. ഇന്ത്യയിൽ ഏകദേശം 44.6 മില്യൺ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റർ ഉള്ളതായിട്ടാണ് കണക്ക്. ഇതിൽ 16.6 മില്യൺ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സും HDFC AMC വഴിയുള്ള അല്ലെങ്കിൽ HDFC മ്യൂച്വൽ ഫണ്ട് വഴി മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നവരാണ്. മാർച്ച് ക്വാർട്ടറിൽ 2930 കോടി രൂപയുടെ സിസ്റ്റമാറ്റിക് ട്രാൻസാക്ഷനാണ് അല്ലെങ്കിൽ സിപ്പാണ് HDFC AMC വഴി ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിലേക്ക് വന്നത്. ക്വാർട്ടർലി റിസൾട്ടിനോടൊപ്പം 70 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഡിവിഡൻറ്റും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡിവിഡൻറ്റിൻ്റെ റെക്കോർഡ് ഡേറ്റ് പുറത്തുവിട്ടിട്ടില്ല. HDFC AMCയെ സംബന്ധിച്ചിടത്തോളം 4000 സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന റെസിസ്റ്റൻസും 3700 സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടുമാണ്. 3700, 3600 തുടങ്ങിയ ലെവലുകളിലൊക്കെ സ്റ്റോക്കിന് സപ്പോർട്ടുണ്ട്. 3600 എന്ന സപ്പോർട്ട് നഷ്ടമായാൽ സ്റ്റോക്ക് 3500, 3400 തുടങ്ങിയ ലെവലുകളിലേക്ക് ഇടിയാനും സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്